ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ അതിൽ കണ്ടിട്ട് ഞാനിപ്പോൾ അധികം വരലില്ല. കാരണം എന്താ വെച്ചാൽ ഫോർച്യൂണറൊക്കെ ബഗ് എടുത്താൽ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ ഈ ഷോർട്സൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ എഴുതിയൊക്കെ വിട്ടിന് ഫോർഡിൻ്റെ ട്രക്ക് അങ്ങനെയൊക്കെ പോയിന്. ഇത് സംഭവം പുതിയ ഗാലക്സിയാണ്. കളർ കാണിച്ചു തരാം. ഇതാണ് കളറ് വണ്ടിൻ്റെ സംഭവം. ഞാൻ കളറൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ്. ഇതിൻ്റെ എൻജിനൊന്നും മാറ്റിയിട്ടില്ല. ടോപ്പ് സ്പീഡ് എത്ര അറിയില്ല, 300-400 ടോർക്കാ തോന്നുന്നുണ്ട്. അതാ M5 ഒക്കെ പറക്കണേ, അല്ല അത് M4. M4. ഇതിൻ്റെ സ്പീഡ് നോക്കട്ടെ. നമ്മളിപ്പോൾ ഈ സ്പീഡ് ഇങ്ങനെ ഒരേ സ്ഥലത്ത് നിൽക്കണതിൻ്റെ ഒക്കെ നോക്കിയിട്ട് പെട്ടെന്നൊന്നും കയറുന്നില്ല. സംഭവം 300-400 NM ടോർക്കൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാ വരുന്നത്. ഒരു വിൻറ്റേജ് ലുക്കാണ് സംഭവം. ഉള്ളിലൊക്കെ ഷീല ഒരു ലിമിറ്റഡ് ആവേണ്ട സാധനമല്ലേ ഇത്. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. അതല്ല, ഉള്ളിലത്തെ ഇൻറ്റീരിയർ കണ്ടപ്പോൾ തീരെ ഇഷ്ടമായില്ല. അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ അധികം സ്പീഡൊന്നുമില്ല. നമുക്കൊരു W16 എൻജിന് വെച്ചാൽ മതി. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓല വെച്ച പോലെ ഉണ്ട്, ഓലൻ്റെ ഷാഡോ അടിച്ച പോലെ. അങ്ങനെ 2 സർക്കിളും അതിന്മേൽ ഓലൻ്റെ ഷാഡോ അടിച്ച പോലെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് എന്താ പറയുക, കാർ വാഷ് നിർത്തിയിട്ടപ്പോൾ വിചാരിച്ച് ഇത് ഓലൻ്റെ ഷാഡോ ഇനിയിപ്പം മരത്തിൻ്റെ ഷാഡോ അടിച്ചതാണ്. പക്ഷേ ഇപ്പം പിന്നെയും നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് ഷാഡോ ഒന്നുമല്ല. പിന്നെ ഇതിന് സ്പീഡ് കിട്ടണമെങ്കിൽ വേറെ ഇത് എൻജിൻ കയറ്റാതെ ഇതിൽ സ്പീഡ് കിട്ടില്ല. ഇതിനും 300-400 ടോർക്കിന് NM ഒക്കെയാണ്. അതേപോലെ ലിമിറ്റഡായ ഫോർച്യൂണറിനും 300-400 ടോർക്കും NM ഒക്കെ തന്നെ. ഈ ലിമിറ്റഡ് ആയതിനും ഇതിനൊക്കെ എന്താ NM ടോർക്കും കുറഞ്ഞാണ്ടേ കിട്ടണുള്ളൂ. പക്ഷേ ഈ കോയിൻ കാറിനൊക്കെ നല്ല ടോർക്കും NM കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ ബുഗാട്ടി ചിറോണൊക്കെ W16 എൻജിൻ്റെ പോലെ ഉണ്ട്, അമ്മരിയ സാധനം. അതേപോലെ പക്ഷേ ഈ കോയിൻ കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതിറങ്ങിയ നിസാൻ ഉണ്ടല്ലോ, അതിനൊന്നും തീരെ സ്പീഡ് തന്നെ ഇല്ല. 500 കോയിൻസുള്ള ബുഗാട്ടിക്ക് നല്ല സ്പീഡുണ്ട് അതിനെക്കാട്ടിയും. പക്ഷേ അതിനില്ല. അതിൻ്റെ ലുക്ക് കുഴപ്പമില്ല, രസമാണ്. അതേപോലെ ഇതൊരു ഗോൾഡ് കളറിലാണ് വരുന്നത്. ഇതിപ്പോൾ ഡ്രിഫ്റ്റ് മോഡലിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റ് മോഡൽ ഇടുമ്പോൾ ഉള്ള സ്പീഡും കൂടി ഇല്ലാതാവുകയാണ്. അതേപോലെ ഇത് ഡ്രിഫ്റ്റിങ്ങിന് നന്നായി പറ്റും. കാരണം എന്താ വെച്ചാൽ കണ്ടില്ലേ, ഭയങ്കര ഡ്രിഫ്റ്റിങ് സീനാണ്. പക്ഷേ സ്പീഡിൽ പറ്റൂല. സ്പീഡിൽ നമ്മൾ എൻജിൻ കയറ്റി കൊടുക്കേണ്ടി വരും. പിന്നെ ലുക്കിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ചെറുതായി മികച്ച ലുക്കിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ലിമിറ്റഡ് ആവേണ്ട സാധനമല്ലേ ഇത്. സംഭവം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അധികം എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ലിമിറ്റഡ് ആയതുകൊണ്ട് ഇപ്പം നമ്മളൊരു റൂമിൽ കയറുകയാണെങ്കിൽ ഒരു ഓറ കിട്ടും നമുക്ക്. സംഭവം എന്താ വെച്ചാൽ ഈ ലിമിറ്റഡ് സാധനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഫോർച്യൂണറായിട്ട് ഇറങ്ങി നോക്കുക, കാരമി ആയിട്ട് ഇറങ്ങി നോക്കുക, അതേപോലെ എന്താ പറയുക M2 ഫെറാറി ഇതിലൊക്കെ ഇറങ്ങിയാൽ നമ്മളെ ഈ പേഴ്സണൽ മെസ്സേജ് ഇങ്ങനെ ഓരോ ആൾക്കാർ വിടുമല്ലോ, അതൊക്കെയാണ് ഫുള്ളായിപ്പോയി. നമുക്ക് നോക്കാൻ കഴിയാത്ത രീതിയിൽ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ ഇത് എക്സ്ചേഞ്ച് ചെയ്യുമോ, ഫ്രീ ആയിട്ട് സെല്ല് ചെയ്യുമോ, ട്രേഡ് ചെയ്യുമോ, അങ്ങനെ ഇങ്ങനെ ചോദിച്ച് വരും. അപ്പോൾ കിട്ടണ ഒരു ഓറ ഉണ്ടല്ലോ. സംഭവം ഇത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതൊന്നുമല്ല, ഒരു മനുഷ്യൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതേപോലെ എനിക്ക് എൻ്റെ ഫോർച്യൂണർ പോയി, ഫോർഡിൻ്റെ ട്രക്കും പോയി. ഫോർഡിൻ്റെ ട്രക്ക് എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഫോർച്യൂണർ ഇതൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ലുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ എൻജിനും ബാക്കിൻ്റെ ഇതൊക്കെ ഞാൻ ഒന്ന് തുറന്നിട്ടതാണ്. പിന്നെ ഇതങ്ങനെ തന്നെ. ഈ ഒരു കാർ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ലുക്ക് കിട്ടണില്ല. പക്ഷെ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഇതേപോലത്തെ ഒരു കാറുണ്ട്, സെയിമാ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു ലുക്കിലൊക്കെ ഏകദേശം നമുക്ക് വിചാരിക്കും ഇത് തന്നെയാണ്, സെയിമാണെന്ന്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു കാറ് 2000 കോയിൻസ് അങ്ങനത്തെ ഒരു കാറുണ്ട്. അത് സംഭവം ഇതേ ലുക്കാണ്. സംഭവം ഹെഡ്ലൈറ്റൊക്കെ ഇത് നേരത്തെ മുന്നിൽ കൂടി പറന്നു പോയ M5 അല്ലേ, നല്ല രസമുണ്ട് സംഭവം. ഇത് 18+ ആണോ, അതോ അങ്ങനെ വെച്ചാൽ 18+ ഡ്രോയിങ് ആണോ, അതോ ഇനിയിപ്പോൾ ഓൻ സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണോ, നല്ല രസമുണ്ട്. ഏതായാലും നേരത്തെ പറന്നത് ഇതെന്തോ ലിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ,
TNZ ലിയോയോ അവിടെ അതാ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേനോ, എന്താ പറഞ്ഞോ അറിയില്ല. ഫോർച്യൂണറൊക്കെ ഇപ്പം ഭയങ്കര ഇതായിന്. ലിമിറ്റഡ് ആണെങ്കിലും എല്ലായിടത്തും ഇതാ കാണുന്നത്. GR അങ്ങനെ വെച്ചത് മോഡിഫൈ ചെയ്യണ വണ്ടികൾക്ക് കാണാൻ പറ്റണം തോന്നുന്നുണ്ട്. വർക്ക് ചെയ്തൊരിതാണ്, അതിലൊന്നുമില്ല. ഇപ്പം ഫിഫനെ ബന്ധപ്പെട്ട് കുറേ എണ്ണം ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇറങ്ങുന്നുണ്ട് കാറുകളൊക്കെ. CR7ൻ്റെത്. പിന്നെ നമ്മളെ ഗീവവേ ഉണ്ട്. ഗീവവേയിൽ എന്താ റൂൾസ് എന്ന് വെച്ചാൽ ഒരു 5 കാറിൻ്റെ പേര് ഇടുക, ഇതിൻ്റെ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഗീവവേ. ഫസ്റ്റ് പ്രൈസ് ഞാൻ തരാൻ പോണത് എന്താണ് ലേഫെറാറിയാണ്. ലേഫെറാറി എന്നൊക്കെ വെച്ചാൽ റിയൽ ക്യാഷിൻ്റെ കാറ്. അത് നിങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു ഓറ ഉണ്ടാവും. അമ്മൊരു സാധനമാണ് ലേഫെറാറി. അത്യാവശ്യം സ്പീഡുണ്ട്. 1000 സംതിങ്ങിലാണ് ടോർക്കും NM ഒക്കെ വരുന്നത്. നല്ല സാധനമാണ്. അതേപോലെ ഈ ന്യൂ ബെൻസ് ഉണ്ടല്ലോ, പുതിയത് ലിമിറ്റഡ് തന്നെയാണ്. അത് പ്രീമിയം എടുത്താലേ കിട്ടുള്ളൂ. അതൊന്നും കൈ വന്നിട്ടില്ല. എനിക്കത് നല്ല ഇഷ്ടമാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അതും ഞാൻ ഗീവ് അവേ തരും. നിങ്ങൾക്കല്ലേ എല്ലതും ഞാൻ തരും. അതേപോലെ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കാൻ നോക്കണം. അതേപോലെ ഇത് കണ്ട, ഇപ്പോൾ എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാണ് ഒരാൾ, ഇങ്ങനെ ഒരു ഓറ കിട്ടും. അതാണ് ഈ ലിമിറ്റഡ് കാർസിൻ്റെ പ്രത്യേകത. പിന്നെ എന്തൊക്കെ കണ്ടൻസാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ കമൻറ്റിൽ വിടണമേ. അങ്ങനെ വെച്ചാൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ തന്നെയാണ് കേട്ടോ ഗീവ് അവേൻ്റെതും ഇടേണ്ട. കണ്ടൻസ് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കി വിടണോ, അതോ ഇനിയിപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ആണോ വിടേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഓക്കെ ആവും. എന്നാൽ പിന്നെ ഒരു അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ, സീ യു നെക്സ്റ്റ്.